ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നോമ്പ് 5 അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ പള്ളിയിലോട്ടാണ് പോണത്. ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി, കാരണം ഷിക്കു വന്ന് ഇവിടെ റൂമിലെത്തി ഫോണൊക്കെ നോക്കിയിരുന്നപ്പോൾ ഇത്തിരി ലേറ്റായി. 5:45 ആയി. കിട്ടോ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ലിഫ്റ്റ് കാത്ത് നിന്നിരുന്നു. ലിഫ്റ്റ് എല്ലാം മേലേക്കാണ് പോയിരുന്നത്. അടിയിലേക്കുള്ള ലിഫ്റ്റ് ഞങ്ങളുടെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഫുള്ളാവും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ പിടിച്ചപ്പോൾ ഷിക്കു പറഞ്ഞു നമുക്ക് മേലേക്ക് പോകണ ലിഫ്റ്റിൽ തന്നെ കയറാം, എന്നിട്ട് അത് അപ്പോഴേക്കും താഴെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഫില്ലാവും എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത് അതുതന്നെ ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ തന്നെ നിൽക്കലുണ്ടാവുള്ളൂ. ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ 5 ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ അതിൽ 2 ലിഫ്റ്റിന് എന്തോ മെയിൻ്റെനൻസ് പർപ്പസിലാണ്. അതുകൊണ്ടാണ് ലിഫ്റ്റ് കിട്ടാൻ ലേറ്റ് ആവുന്നത്. അപ്പം ഞങ്ങൾ പള്ളിയുടെ അവിടെ എത്തി. പക്ഷേ ഇപ്രാവശ്യം ക്യൂ കാര്യങ്ങളൊന്നും കണ്ടില്ല. കാരണം വെച്ചാൽ ഇന്ന് ഞങ്ങൾ ലേറ്റ് ആയല്ലോ. ഓൾറെഡി അവിടെ 5:30 ആകുമ്പോൾ കൊടുക്കാറുണ്ട്. അതന്നെ ഞങ്ങൾ ചമ്മീറ്റ് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ഏതെങ്കിലും പള്ളി ഉണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ ഇവിടെ വേറെ വല്ല പള്ളി ഉണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടാ. അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ്. വേറെ അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പോണ വഴിയിലാണ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അജ്മൽ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളവിടെ നിന്നു. ഷിക്കു കുറച്ച് അവിടെ നിന്നു ഇവിടെ കയറണോ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ടൈമൊക്കെ നോക്കി. ടൈം നോക്കിയപ്പോൾ 6:05 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അവിടെ നിന്നോടെ ആൾക്കാരുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്ന് നോക്കി. എന്നിട്ട് വീണ്ടും ടൈമൊക്കെ നോക്കി. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ കയറുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോയാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ചും കൂടി എത്തിയപ്പോൾ വീണ്ടും തന്നെ സ്റ്റെക്കായി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ കയറാന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെക്കായിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് ഷിക്ക് പോയിട്ട് അവിടെ നിന്ന് മെനു കാർഡ് വാങ്ങി എന്താ പറയുക ഓഫറും കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞ് ജസ്റ്റ് നോക്കാന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയിട്ട് ഷിക്ക് പറഞ്ഞു ഇത് കൊള്ളാട്ടോ, ഇത് നമുക്ക് ഓർഡർ ചെയ്യാം, ഇത് എങ്ങനെ ഉണ്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ ഫിക്സ് ആക്കി. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഇവിടെ ആണെങ്കിൽ നല്ലോണം ഇരിക്കാനും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് കയറി. എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഇഫ്താർ സെറ്റാണ്. അങ്ങനെ ഇഫ്താർ സെറ്റിലുള്ളത് എന്താ പറയുക കട്ട് ഫ്രൂട്ട്സ്, മുസമ്പി, കുമ്മട്ടിങ്ങ, ആപ്പിള്, ഈത്തപ്പഴം, 2 ബജ്ജി, പിന്നെ എന്താ പറയുക ജ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു, ലബനപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പരിപ്പുവട ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ കിട്ടിയ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഇറച്ചിച്ചോറാണ്. ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഫസ്റ്റ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചിട്ടാ, ആപ്പിളൊക്കെ കഴിച്ച് കുമ്മിട്ടിങ്ങ കഴിച്ച് അങ്ങനെ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ചോറ് തിന്നാനായിട്ടിരുന്ന്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡെയിലി ജ്യൂസ് ഇങ്ങനെ കരയുന്ന കാരണം അങ്ങനെ കോൺസെൻട്രേഷനിലൂടെ ഇരുന്ന് തിന്നാൻ പറ്റിയില്ല. ജ്യൂസ് നല്ല കരച്ചിലുണ്ടായിരുന്നു. അപ്പം ജ്യൂസിനാണെങ്കിൽ ഫുഡ് കൊടുത്തിട്ട് ജ്യൂസ് കഴിക്കണോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച്. പിന്നെ ഞങ്ങൾ വേറെ ഒരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ചട്ടി നെയ്ച്ചോറായിരുന്നു. അതിൽ വരുന്നത് നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ പപ്പടം, ബീഫ് റോസ്റ്റ്, ബീഫ് കറി, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു, കച്ചമ്പർ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ അതും ഞങ്ങൾ കഴിക്കാൻ ആരംഭിച്ചു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. നെയ്ച്ചോറും സംഭവങ്ങളൊക്കെ, ബീഫ് റോസ്റ്റ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ജ്യൂസിന് കുറച്ച് കൊടുത്തിരുന്നു. ഈ ജ്യൂസ് ഭയങ്കര കരച്ചിലും എന്നില്ലാത്ത കരച്ചിലായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫുഡ് കൊടുക്കാനൊക്കെ തീരെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പപ്പടം മാത്രമാണ് കഴിച്ചിരുന്നത്. എനിക്കും മര്യാദക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബാക്കി അതിൽ എന്തൊക്കെയാണ് വന്ന് ആ ഫ്രൂട്ട്സും ബാക്കി വന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഷിക്കു എന്താ പറയുക ഒരു ചായ ഒക്കെ കുടിച്ചിരുന്നു ഇച്ചൂസിനായിട്ട്. എന്നിട്ട് ഒരു സ്ട്രോങ് ചായ പതിവുള്ള പോലെ തന്നെ അത് കുടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചൂസിനായിട്ട് കുറച്ചേരൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ റൂമിലോട്ടാണ് പോകുന്നത്. ഇനിയൊരു പരിപാടി ഇല്ല. അങ്ങനെ റൂമിലെത്തി കുറച്ച് ഇറങ്ങി ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.